BJP ലക്ഷ്മി പ്രിയക്ക് രൂപ കൊടുത്തോ ഇല്ലെന്ന് നമുക്ക് എങ്ങനെ അറിയാം? അറിയാൻ പറ്റില്ല. ലക്ഷ്മി പ്രിയല്ലേ മോള്? അവിടെ നിന്ന് അവർ മാറ്റുകയാണെങ്കിൽ അവരുടെ അടുത്ത് വില പേശി വാങ്ങിച്ചാണ്. ലക്ഷ്മി പ്രിയ ഇപ്പൊ എങ്ങനെയാണ് 10 കോടിക്ക് സിനിമ എടുക്കാൻ പോകുന്നത്, പ്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നത്? അതൊക്കെയാണ് സംശയം. ഒരു ബഷീർ പൊന്നാനി ഇതെന്തുകൊണ്ടാണ് ആരും ഒരു അപ്പം ഈ അദാനിയുടെ കേസ് മാത്രമല്ല, അൻസിബയും ശ്വേത ചേച്ചിയും അവിടുന്ന് തെറ്റ്. അതിനു മുന്നേ ഒരു കഥയുണ്ട്, നിങ്ങൾക്ക് ആർക്കും അറിയാത്ത, ജനത്തിനൊന്നും അറിയാത്തൊരു കഥ. ബിഗ് ബോസിൽ അൻസിബ പോയത് എല്ലാവർക്കും അറിയാലോ. അവിടെ ശ്വേത ചേച്ചി കയറിയത് അറിയാലോ. അവിടെ തൊട്ടാണ് പക തുടങ്ങിയത് ശ്വേത ചേച്ചിക്ക് അൻസിബ എടുത്ത്. കാരണം ലാലേട്ടനും വന്ന സമയത്ത് ലാലേട്ടന്റെ കാല് തൊട്ട് അൻസിബ തൊഴുതു. എന്റെ തൊട്ടടുത്ത് നിന്ന് ശ്വേത ചേച്ചിയുടെ കാല് തൊട്ടില്ല. പക്ഷെ എന്തോര് ലാലേട്ട എവിടെ നിൽക്കുന്നു, ശ്വേത ചേച്ചി എവിടെ നിൽക്കണമെന്ന് ആലോചിക്കണം. ഇപ്പൊ നമ്മള് ലാലേട്ടന്റെ അടുത്ത് പൊന്നമ്മ അമ്മയെ ലളിതമ്മയാണെങ്കിൽ അൻസിബ തീർച്ചയായും കാലത്തൊട്ട് തൊഴും. ശ്വേത ചേച്ചിയുടെ കാലത്തൊട്ട് തൊഴേണ്ട ആവശ്യം എന്തിനാണ്? സീനിയർ ആയതുകൊണ്ടാണോ? എന്തിന്? പിടിച്ചു വാങ്ങുന്ന ബഹുമാനമാണ് നമുക്ക് വേണ്ടത്, അംഗീകാരങ്ങളും ബഹുമാനങ്ങളും. അവിടെ തൊട്ടാണ് ആ ബിഗ് ബോസിൽ പല കാര്യങ്ങളും നോക്കൂ. ശ്വേത ചേച്ചി കൂടെ വർക്ക് ചെയ്ത് അൻസിബയ്ക്കല്ല സപ്പോർട്ട് ചെയ്ത്, അൻസിബ പറയുന്ന പല ന്യായത്തിനെ എതിർത്തുകൊണ്ട് യാതൊരു പരിചയമില്ലാത്ത പലരെയും സപ്പോർട്ട് ചെയ്തത്. അവിടെ തൊട്ട് അൻസിബ എടുത്ത് പകം മൂത്തൊരു പാമ്പായിരുന്നു. എനിക്കൊന്ന് മൂർഖന് പോലും അണലിക്ക് പോലും ഇത്ര പക കാണൂല. നമസ്കാരം. AMMയിലെ വിഷയങ്ങൾ അങ്ങനെ ഇങ്ങനെ ഒന്നും തീരത്തില്ല. ഇപ്പോഴും വിഷയങ്ങളാണ്. നമുക്കറിയാം, ശ്വേത രാജിവെച്ചു, പിന്നീട് പറഞ്ഞാൽ രാജിവെച്ചിട്ടില്ലെന്ന് പറയുന്നു, അതിനുശേഷം തിരിച്ചു വരുന്നു. ഇതെല്ലാം നമ്മൾ കണ്ടതാണ്. ഇപ്പോൾ കണ്ട് മായാ വിശ്വനാഥ് ഒരു അലിഗേഷൻ ഒന്നല്ല ഒരുപാട് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ഞാനിപ്പോ കാണിച്ച വീഡിയോയിൽ നിങ്ങൾ കേട്ട് കാണും, ശ്വേതയും ഈ പറയുന്ന അൻസിബയും തമ്മിൽ എന്താണ് പ്രശ്നം? എല്ലാവരും ചോദിച്ച കാര്യമാണ്. പക്ഷെ ഇപ്പോഴാണ് അതിന്റെ ഒരു സത്യാവസ്ഥ വെളിയിൽ വരുന്നത്. ശ്വേതയെ അൻസിബ ബഹുമാനിച്ചില്ല. ബിഗ് ബോസിൽ അൻസിബ ഉണ്ടായിരുന്ന സമയത്ത് ഈ ശ്വേതാ മേനോനും അതിനകത്തോട്ട് കയറിപ്പോയായിരുന്നു ഗസ്റ്റ് ആയിട്ട്. ആ സമയത്ത് അൻസിബ ശ്വേതയുടെ കാലിൽ വീണ് അനുഗ്രഹം വാങ്ങിയില്ല. അതാണ് ഏറ്റവും വലിയ പ്രശ്നം. അത് ഭയങ്കരമായി ശ്വേതയ്ക്ക് കൊണ്ടു എന്നുള്ളതാണ് നമുക്കറിയാം. അതിനുശേഷം അവിടെ വന്നിട്ട് ശ്വേത സംസാരിച്ചതെല്ലാം അൻസിബയ്ക്കെതിരെയാണ്. അൻസിബ കൂടുതലും ശ്വേതയോട് സംസാരിക്കാനും പോയിട്ടില്ല. ഒരുപാട് പേര് ചോദിച്ചായിരുന്നു, അകത്ത് തന്നെ ചോദിച്ചായിരുന്നു, എന്താണ് ശ്വേതയും അൻസിബയും മിണ്ടാത്തതെന്നൊക്കെ. കൂടുതലും അവർ തമ്മിൽ ഒരു അകലം അപ്പോൾ തന്നെ ഉണ്ടായിരുന്നു. അത് കൂടുതലും ശ്വേതയാണ് അകലം കാണിച്ചത്. കാരണം കേട്ടല്ലോ, വണങ്ങിയില്ല എന്നുള്ളതാണ്. ലാലേട്ടനെ വണങ്ങി, ഈ പറയുന്ന ശ്വേതയെ വണങ്ങിയില്ല. അയ്യോ, അതെന്തൊരു കഷ്ടമായി പോയി. ശ്വേതയെ വണങ്ങണ്ടായിരുന്നോ? ശ്വേത വലിയ നാഷണൽ അവാർഡൊക്കെ വാങ്ങിച്ച ഒരു ആർട്ടിസ്റ്റ് അല്ലേ, ഒരു ബഹുമാനമൊക്കെ കൊടുക്കണ്ടേ? ഇതിൽ തന്നെ മായാ വിശ്വനാഥ് പറയുന്നുണ്ട്, നമ്മൾ ഈ ബഹുമാനം എന്ന് പറയുന്നത് പറഞ്ഞു വാങ്ങിക്കേണ്ടതല്ല, അത് സ്വയമേ ആരെങ്കിലും നമുക്ക് തരുന്നതാണ്, അവരായിട്ട് തോന്നിയിട്ട് തരുന്നതാണ്. ഞാൻ കയറിപ്പോയ ഉടനെ അൻസിബ എന്നെ വണങ്ങി, ഞാൻ വലിയൊരു നടിയൊക്കെയാണല്ലോ, ഞാൻ അറിയപ്പെടുന്ന പ്രശസ്തിയായ ഒരു നടിയാണല്ലോ. നടിയെക്കുറിച്ചൊന്നും പറയണ്ട, അതവിടെ നിൽക്കട്ടെ. അപ്പം പ്രശസ്തയായ ഒരു നടിയാണല്ലോ, അപ്പൊ എന്നെ കാണുമ്പോൾ ഒന്ന് കാലിത്തൊട്ട് തൊഴുവൊക്കെ ചെയ്യായിരുന്നു. അതായിരുന്നു അൻസിബയോട് ശ്വേതയ്ക്ക് പക തോന്നാനുള്ള ആദ്യത്തെ കാര്യം. ഇതൊക്കെ ഒരു കാര്യമാണോ? അപ്പൊ എത്രമാത്രം പക സൂക്ഷിക്കുന്ന ആൾക്കാരാണെന്ന് നോക്കിയാൽ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം കണക്കാണ്. ഇത് ചെറിയ ചെറിയ വിഷയങ്ങൾക്കാണ് അങ്ങോട്ടും ഇങ്ങോട്ടും പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. അൻസിബയ്ക്ക് തോന്നിയില്ല ശ്വേതാ മേനോന്റെ കാലിൽ തൊട്ട് വണങ്ങണമെന്ന്. അല്ലെങ്കിൽ തന്നെ ശ്വേതാ മേനോനെ ഏത് കാരണം കൊണ്ടാണ് അൻസിബ കാലിൽ തൊട്ട് വണങ്ങേണ്ടത്? നിങ്ങൾക്ക് അങ്ങനെ കാലിൽ തൊട്ട് വണങ്ങണമെന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യണം കേട്ടോ. ഞാൻ അതിലത് അൻസിബയുടെ സൈഡാണ്. കാരണം മറ്റൊന്നുമല്ല, ശ്വേതയും ഈ പറയുന്ന അൻസിബയും ഒരേ ഇതിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ്. ഇപ്പൊ ലാലേട്ടനെ പോലെയോ അല്ലെങ്കിൽ മമ്മൂക്കായെ പോലെയോ ഈ പറഞ്ഞ പോലെ KPC ലളിതയോ അവരെയൊക്കെ പിന്നെയും കാലിൽ തൊട്ട് വണങ്ങിയില്ലെങ്കിൽ നമുക്ക് പറയാം അത് മുതിർന്ന ആൾക്കാരാണല്ലോ, അല്ലെങ്കിൽ അവരുടെയൊക്കെ കാലിലൊന്നും തൊട്ട് തൊഴുന്നതുകൊണ്ട് കുഴപ്പമില്ലെന്ന് നമുക്ക് പറയാം. പക്ഷെ ശ്വേതയുടെ കാലിൽ എന്തിനു തൊട്ട് തൊഴണം? എനിക്ക് മനസ്സിലാകുന്നില്ല. അതാണ് ശ്വേതയ്ക്ക് അൻസിബയോട് ദേഷ്യം തോന്നാനുള്ള ആദ്യത്തെ റീസൺ. അതേപോലെ അവിടെ വേറൊരാളുടെ കെയർ ഓഫിലും അഞ്ജലി നായർ, ഇപ്പൊ BJPയുടെ ഇലക്ഷനിൽ നിന്ന് അഞ്ജലിയുടെ കെയർ ഓഫിൽ പണ്ട് ഇടവേള ബാബു ചേട്ടനും ബാബുരാജ് ഇരുന്നപ്പം പ്രിന്റിംഗ് എന്ന് പറയുന്ന ഇതുണ്ടായിരുന്നു, പ്രിന്റിംഗ് ഔട്ട്, അതിന്റെ കൊടുത്തോണ്ടിരുന്നത് ഒരാൾക്കായിരുന്നു. പക്ഷെ ശ്വേത ചേച്ചിയുടെ ഇത് വന്നപ്പോഴത്തേക്ക് അയാളെ മാറ്റിയിട്ട് 5% ഇരട്ടിക്ക് അഞ്ജലി നായരുടെ കെയർ ഓഫിലാണ് പോയിരിക്കുന്നത്. ചിലവരൊക്കെ പറയുന്ന കമ്മിറ്റിയിലെ ചില അംഗങ്ങൾ പറയുന്നത് അഞ്ജലിയുടെ ഭർത്താവ് നടത്തുന്നതാണ്, നമുക്കതറിയില്ല. അവിടുന്ന് അഞ്ജലിയുടെ കെയർ ഓഫിൽ തന്നെ ഗിഫ്റ്റുകൾ എന്തൊക്കെ. അഞ്ജലി നായർ നിങ്ങൾക്ക് മനസ്സിലായി കാണും, തോറ്റുപോയ MLA, ഞങ്ങളുടെ MLA താണ്ടു പോകുന്നു, ഞങ്ങളുടെ MLA താണ്ടു പോകുന്നു എന്ന് പറഞ്ഞിട്ട് ഒരുപാട് പേര് ട്രോൾ ചെയ്തതാണ് ഈ കഴിഞ്ഞ ഇലക്ഷൻ കഴിഞ്ഞപ്പോഴത്തേക്ക്. അപ്പം ഈ അഞ്ജലി നായർ BJPക്ക് വേണ്ടിയാണ്
സ്ഥാനാർത്ഥിയായത്. അതെന്തും ആയിക്കോട്ടെ. ഇടവേള ബാബു ഒക്കെ ഇരുന്ന സമയത്ത് കൊടുത്തിരുന്ന പ്രിന്റിംഗ് വർക്കെല്ലാം അത് മാറ്റി 5% കൂടുതലിന്, 5 ഇരട്ടി കൂടുതലിന് ഈ പറയുന്ന പ്രിന്റിംഗ് വർക്ക് ഈ പറഞ്ഞ അഞ്ജലി നായർക്കാണ് കൊടുത്തത്. അത് നടത്തുന്നത് ഇപ്പോൾ പറയുന്നു അഞ്ജലിയുടെ ഭർത്താവാണെന്ന് തോന്നുന്നു എന്ന് പറയുന്നുണ്ട്. ഇതിനകത്ത് ശ്വേതയുടെ ഒപ്പം നിൽക്കുന്നവരെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. കൂടുതലും BJPക്കായിട്ട് മത്സരിച്ച ആൾക്കാരാണ് അവിടെ നിൽക്കുന്നത്, അല്ലെങ്കിൽ BJPയോട് താല്പര്യമുള്ള ആൾക്കാർ. ഓക്കെ, താല്പര്യമുള്ളവരുടെ കാര്യം വിട്ടേക്കാം. ഈ മത്സരിച്ചവര് അഞ്ജലി നായർ, അതുപോലെ ലക്ഷ്മിപ്രിയ മത്സരിക്കാൻ വന്നതാണ്, പക്ഷേ അതിനകത്ത് പേരില്ലായിരുന്നു വോട്ടേഴ്സ് ലിസ്റ്റിൽ, അതുകൊണ്ട് മാറിപ്പോയതാണ്. അപ്പം അങ്ങനെയുള്ള കുറച്ച് പേരാണ് ഈ പറഞ്ഞ ശ്വേതയ്ക്ക് ഇപ്പോഴും സപ്പോർട്ടായിട്ടൊക്കെ വന്നുകൊണ്ടിരുന്നത്. അഞ്ജലി നായർക്ക് 5% കൂടുതൽ ഇതിൽ പ്രിന്റിംഗ് വർക്ക് കൊടുത്തു എന്നാണ് പറയുന്നത്. അത് ശരിക്കും ഒരു അലിഗേഷൻ തന്നെയാണ്. നമുക്ക് എപ്പോഴും ലാഭമാണല്ലോ നമ്മൾ നോക്കുന്നത്. ഇതൊരു അമ്മ എന്ന സംഘടന, അവർ പറയുന്നത് അമ്മ എന്ന് പറയുന്ന ഈ സംഘടന പാവം പിടിച്ച അല്ലെങ്കിൽ കലാകാരന്മാർക്ക് പെൻഷൻ കൊടുക്കാനും അതുപോലുള്ള അവരുടേതായ കാര്യങ്ങൾ നോക്കാൻ വേണ്ടിയൊക്കെയാണ് ഈ സംഘടന രൂപീകരിച്ചതെന്നാണ് പറയുന്നത്. നമുക്ക് പെൻഷൻ കൊടുക്കുന്നുണ്ട് അല്ലെങ്കിൽ അവരെ സഹായിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ കൂടുതലും ഈ പൈസ കുറച്ച് കിട്ടുന്നിടത്താണ് നമ്മൾ സാധാരണ കണ്ടിട്ടുള്ളത്. എല്ലാവരും പ്രിന്റിംഗ് വർക്കാണെങ്കിലും ഏത് വർക്കാണെങ്കിലും നമുക്കൊരു 5 രൂപ കുറഞ്ഞിരിക്കുന്നത് അവിടെയാണ് കൊടുക്കാറ്. പക്ഷെ ഇവിടെ അങ്ങനെയല്ല സംഭവിച്ചത്. ശ്വേതാ മേനോൻ നേരെ 5 ഇരട്ടി കൂട്ടിയാണ് കൊടുത്തത്. അതും ഒരു അലിഗേഷനാണ്. രണ്ടായി ഇടവേള ബാബു വർഷങ്ങളായിട്ട് ചെയ്തതും അതേ ഇത് തന്നെ ബാബുരാജൻ കൊണ്ടുവന്നത് എന്തിനാണ് 5 ഇരട്ടിക്ക് അഞ്ജലി നായരുടെ? അപ്പൊ ഇത് ചാരിറ്റി, ഇവിടെ അമ്മ എന്ന് പറയുന്ന ഓർഗനൈസേഷൻ എത്രത്തോളം നമുക്ക് ലാഭം കിട്ടുമ്പോൾ നമ്മളൊരു ഓർഗനൈസേഷൻ തുടങ്ങുമ്പോൾ നമ്മൾ 5 ഇരട്ടി, ഇപ്പം കിരൺ ഒരു ഓർഗനൈസേഷന്റെ തലപ്പത്തിരിക്കുന്നത്, കിരൺ ചെയ്യുമ്പോൾ 5 ഇരട്ടി ലാഭത്തിൽ 10 ഇരട്ടി ലാഭത്തിന് കൊടുക്കുമോ 10 ഇരട്ടി നഷ്ടത്തിനാണ് കൊടുക്കുന്നത്? പറയും ആരാല് എങ്ങനെ പറയൂ? കറക്റ്റ് ആണ് ചോദിച്ചത്. എന്ന് വെച്ചാൽ നമ്മളൊരു ചാരിറ്റി പ്രവർത്തനം നടത്തുകയാണ്. ആ ചാരിറ്റി പ്രവർത്തനം നടത്തുമ്പോൾ നമുക്ക് എവിടെ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ, നമുക്ക് എവിടെ പൈസ കുറഞ്ഞു കിട്ടുന്നോ നമ്മൾ അവിടെയാണ് നമ്മൾ കൊടുക്കത്തുള്ളൂ. എന്താണെങ്കിലും ഇപ്പൊ ഒരു പരിപാടി നടക്കുവാണെങ്കിൽ തന്നെ അത് ഏറ്റവും കുറവ് റേറ്റിൽ ആര് ചെയ്തു തരും നല്ല വൃത്തിയായിട്ട്, ആ കുറവ് റേറ്റ് ഉള്ളിടത്ത് നമ്മൾ കൊടുക്കത്തുള്ളൂ. അതുപോലെയാണ് പ്രിന്റിങ്ങിന്റെ ആണെങ്കിലും അമ്മയിലെ ഓരോ കാര്യങ്ങൾക്കാണെങ്കിലും എവിടെയാണ് നമുക്ക് കുറച്ച് കിട്ടുന്നത് അവിടെയാണ് കൂടുതലും കൊടുക്കാൻ ശ്രമിക്കേണ്ടത്. അതാണ് ഇവിടെ മായ വിശ്വനാഥ് പറയുന്നത്. പക്ഷെ ഇവിടെ അങ്ങനെയല്ല നടന്നത്. 5 ഇരട്ടി കൂട്ടിയാണ് ഈ പറഞ്ഞ അഞ്ജലി നായർക്ക് പ്രിന്റിങ്ങിന്റെ ഒക്കെ പണി കൊടുത്തത്. അപ്പൊ അതിനകത്ത് ഒരുപാട് ഗിഫ്റ്റുകളൊക്കെ കിട്ടി എന്നൊക്കെ പറയുന്നു. ഞങ്ങൾ കണ്ടിട്ടില്ല എന്നാണ് പറയുന്നത്. അപ്പൊ അങ്ങനെ കൊടുത്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിനകത്ത് എന്തെങ്കിലും ഒരു ഉപകാരം ഉണ്ടാകാതിരിക്കുമോ ഈ ശ്വേതാ മേനോന് തന്നെ, അല്ലെങ്കിൽ ശ്വേതാ മേനോന്റെ കമ്മിറ്റിയിൽ ഇരിക്കുന്നവർക്ക്, അറിയാവുന്നവർക്ക് അലിഗേഷൻ ഉന്നയിക്കുന്നുണ്ടെങ്കിൽ അത് ന്യായമായ ഒരു അലിഗേഷൻ ആണ് ഇവിടെ ഉന്നയിച്ചിരിക്കുന്നത്. അത് തന്നെയാണ് ഞാൻ ചോദിച്ചത്. ഇവിടെയാണ് അതേപോലെ തന്നെ ഇവർ 5 സ്റ്റാർ ഹോട്ടൽ കമ്മിറ്റി കൂടുമ്പോൾ 5 സ്റ്റാർ ഹോട്ടലിൽ നിന്ന് ഒരു 5 സ്റ്റാർ ഹോട്ടലിൽ നിന്നാണ് ഭക്ഷണം വരുന്നത്. അത് കമ്മിറ്റി ഞാനും കേട്ടിരുന്നല്ലേ? 3000 ആണ് അലവൻസ്. അല്ല, അത് പറയാം. ഒരു 5 സ്റ്റാർ ഹോട്ടലിൽ നിന്നാണ് ഭക്ഷണം വരുന്നത്. ഇതിനു മുമ്പ് ഇടവേള ബാബു ചേട്ടൻ, ഇന്നസെന്റ് അങ്കിൾ, മമ്മൂക്ക, ലാലേട്ടൻ പോലെയുള്ള വലിയ ആൾക്കാരും ഉണ്ടായിരുന്ന സമയത്ത് പോലും അവിടെ 5 സ്റ്റാർ ഹോട്ടലിൽ നിന്ന് 7 സ്റ്റാർ ഹോട്ടലിൽ നിന്നല്ല ഭക്ഷണം വരുന്നത്. അതിന്റെ ടീ വരെ അവർ എഴുതി വെച്ചിട്ടുണ്ട്. ഇത് 5 സ്റ്റാർ ഹോട്ടലിൽ നിന്നാണ് ഭക്ഷണം വരുന്നത്. പിന്നെ ഈ ഭക്ഷണം വരുന്നു, മമ്മൂട്ടിയും മോഹൻലാലും ഇടവേള ബാബുവും അവരൊക്കെ ഇരുന്ന സമയത്ത് പോലും 5 സ്റ്റാർ ഹോട്ടലിൽ നിന്ന് ആരും ഫുഡ് വാങ്ങിച്ച് കഴിച്ചിട്ടില്ല. ഇത് 5 സ്റ്റാർ ഹോട്ടലിൽ നിന്ന് മാത്രമേ ശ്വേത ചേച്ചി ഫുഡ് കഴിക്കത്തുള്ളൂ. അത് വേറെ കാര്യം. പിന്നെ ശ്വേത ചേച്ചിയുമായിട്ട് കൂടിയിരിക്കുന്നവരും അവരൊക്കെ 5 സ്റ്റാർ ഫാമിലിയാണ്. 5 സ്റ്റാർ കട്ടിയാലേ 5 സ്റ്റാർ ഹോട്ടലിൽ നിന്ന് കഴിച്ചാലേ ഞങ്ങൾക്ക് ഇറങ്ങത്തുള്ളൂ. അതുകൊണ്ട് അവർ 5 സ്റ്റാർ ഹോട്ടലിൽ നിന്ന് ഫുഡ് ഇങ്ങോട്ട് വരുത്തുകയാണ് ചെയ്തത്. നമുക്കറിയാം സാധാരണ ഹോട്ടലിലെയും ഈ പറയുന്ന 5 സ്റ്റാർ ഹോട്ടലിലെയും വ്യത്യാസം. സാധാരണ ഹോട്ടലിനേക്കാൾ ഈ പറഞ്ഞതുപോലെ 5 ഇരട്ടി വില കൂടുതലായിരിക്കും ഈ പറയുന്ന 5 സ്റ്റാർ ഹോട്ടലിൽ. പക്ഷെ എന്നാലും 5 സ്റ്റാർ ഹോട്ടലിലെ ഫുഡ് കൊച്ചിലെ മുതലേ കഴിച്ച് പരിചയമുള്ളത് കൊണ്ടായിരിക്കാം ഇവർക്കെല്ലാം 5 സ്റ്റാർ ഹോട്ടലിലെ ഫുഡില്ലാതെ ഇറങ്ങത്തില്ല. അപ്പൊ ചോദിക്കുന്നത് ന്യായമല്ലേ? ഇപ്പോഴും ഞാൻ ചോദിക്കുന്നത്, ചാരിറ്റി പ്രവർത്തനം നടത്തുന്ന അമ്മ എന്ന് പറയുന്ന ഈ സംഘടന എത്രമാത്രം പണം ലാഭിക്കാമോ അത്രമാത്രം ലാഭിക്കുകയാണ് സാധാരണ ചെയ്യുന്നത്. ഇപ്പൊ അങ്ങനല്ല. 5 സ്റ്റാർ ഹോട്ടലിൽ നിന്ന് വരെ ഫുഡ് ഇങ്ങോട്ട് വരുത്തുകയാണെങ്കിൽ, ഇങ്ങനെയുള്ള പരിപാടിയൊക്കെ വരുമ്പോഴും അങ്ങനെ കമ്മിറ്റി കൂടുമ്പോഴും ഒക്കെ അവർ 5 സ്റ്റാർ ഹോട്ടലിൽ നിന്നാണ് ഫുഡ് വരുത്തുന്നുണ്ടെങ്കിൽ അതിന്റെ ബില്ല് എത്രയായിരിക്കും? ചാരിറ്റിയുടെ മറവിൽ അല്ലെങ്കിൽ ചാരിറ്റി ചെയ്യുന്നു എന്ന് നമ്മളെ അറിയിക്കുകയും പക്ഷെ ലാവിഷായ ജീവിതമാണ് അകത്ത്. അതെല്ലാം ഈ ശ്വേതാ മേനോൻ വന്നതിന് ശേഷമാണ് ഇങ്ങനെ നടക്കുന്നത് എന്നാണ് മായ വിശ്വനാഥ് പറയുന്നത്. ഈ മായ വിശ്വനാഥ് ഇതിനകത്ത് പറഞ്ഞേക്കുന്ന ആ അലിഗേഷൻ സീരിയസ് അല്ലേ? ഇപ്പൊ ഈ 5 സ്റ്റാർ ഹോട്ടലിൽ നിന്നേ ഞങ്ങൾ ഫുഡ് കഴിക്കൂ, 5 സ്റ്റാർ ഹോട്ടലിൽ നിന്ന് വന്നാൽ മാത്രമേ കഴിക്കൂ എന്നുണ്ടോ? സാധാരണപ്പെട്ട ഒരു ഹോട്ടൽ, മമ്മൂട്ടിയും മോഹൻലാലും, എന്തിനാ കൂടുതൽ പറയുന്നത്? മമ്മൂട്ടിയും മോഹൻലാലും അവർക്ക് എത്ര 5 സ്റ്റാർ ഹോട്ടലിൽ നിന്ന് വേണമെങ്കിലും ഫുഡ് വരുത്തി കഴിക്കാൻ ആസ്തി ഉള്ളവരാണ്. ഓക്കെ, സ്വന്തമായിട്ട്. പക്ഷെ അവര് പോലും അത് ചെയ്തില്ല എന്നാണ് പറയുന്നത്. അവര് പോലും പാവം പിടിച്ചവന്റെ ആരെങ്കിലും ഹോട്ടലിൽ നിന്നോ അല്ലെങ്കിൽ ഏതെങ്കിലും ന്യായമായ ഹോട്ടലിൽ നിന്നൊക്കെയാണ് അവര് ഫുഡ് വരുത്തി കഴിച്ചുകൊണ്ടിരുന്നത്.
പക്ഷെ അതൊന്നും പറ്റത്തില്ല. ശ്വേത ചേച്ചി അങ്ങനൊന്നുമല്ല. ഞാൻ അമ്മയുടെ ഇതല്ലേ, അപ്പം പിന്നെ എനിക്ക് അങ്ങനെയൊക്കെ പറ്റത്തുള്ളൂ. എനിക്ക് 5 സ്റ്റാർ ഹോട്ടലിൽ നിന്ന് തന്നെ ഫുഡ് കിട്ടണം. ആ സംസാരമൊക്കെ നമുക്കറിയാലോ. ഈ അമ്മയുടെ വിഷയങ്ങളുമായിട്ട് തന്നെ ഈ ശ്വേതയോട് ചോദ്യങ്ങളൊക്കെ ചോദിക്കാൻ പോയി കഴിയുമ്പോൾ കൊടുക്കുന്ന ആൻസറൊക്കെ നമ്മൾ കേട്ടിട്ടുള്ളതാണ്. പുള്ളിക്കാർ ഭയങ്കര ആഷ്പുഷാണ്. അപ്പം ആ രീതിയിൽ ഞങ്ങൾ സംസാരിക്കൂ എന്നുള്ളത് കേട്ടിട്ടില്ലേ? അപ്പൊ അത് തന്നെയാണ് ഇവിടെ സംഭവിച്ചത്. 5 സ്റ്റാർ ഹോട്ടലിൽ തന്നെ കഴിക്കൂ, 5 സ്റ്റാർ ഹോട്ടലിൽ ഇല്ലെങ്കിൽ ഞങ്ങൾ കഴിക്കൂല. ഓക്കെ, മമ്മൂട്ടി മോഹൻലാലിനൊക്കെ അങ്ങനെ കഴിക്കാൻ പറ്റും. പക്ഷെ ഞാൻ അങ്ങനെയല്ല. ഞാൻ അവരെക്കാൾ കുറച്ചുകൂടെ ഒക്കെ മേളിലുള്ള ആളാണ്. ഇതാണ് അവസ്ഥ. മനസ്സിലായല്ലോ? അപ്പം ഈ അമ്മാന സംഘടനയിൽ ശ്വേതാമേനോൻ വന്നതിന് ശേഷം മൊത്തം അലിഗേഷൻസാ. ഈ പറയുന്നതിൽ എന്തെങ്കിലും കളത്തരം ഉണ്ടെങ്കിൽ ശ്വേതാമേനോൻ തന്നെ പറയട്ടെ. ഇതുവരെ ശ്വേതാമേനോൻ ഈ പറയുന്ന അലിഗേഷൻസിന് ഒന്നും മറുപടി പറഞ്ഞിട്ടില്ല. അത് സംഘടനയിൽ ഇവർ പറയില്ല, നന്മമാർ ഞങ്ങൾ അമ്മമാർക്ക് വേണ്ടി ഉണ്ടാക്കുന്നതാണ്. ഈ അമ്മമാർക്ക് വേണ്ടി ഉണ്ടാക്കുന്ന കൈനീട്ടത്തിൽ നിന്ന് എന്തിനാണ് 5 സ്റ്റാർ കടയിൽ ഭക്ഷണം? എന്തിനാണ്? അത് അധിക ചെലവിന്റെ ആവശ്യമില്ല. അധിക ചെലവാണ്. അതേപോലെ ഇന്നസെന്റെങ്കിലും ബാബുരാജ് പിന്നെ ഇടവേളം ബാബുചേട്ടനും ലാലേട്ടനും മമ്മൂക്കയിട്ട് ഇരുന്ന സമയത്തും ഇപ്പൊ ബാബുരാജ് ഇരുന്ന സമയത്ത് ബാബുരാജ് ചേട്ടനൊക്കെ ഇരുന്ന സമയത്തും അലവൻസ് എന്ന് പറഞ്ഞാൽ എല്ലാവരും അവരവരുടെ കാറിലാണ് വരുന്നത്. ഈ ചുറ്റുവട്ടത്തുള്ളവരോ അല്ലെങ്കിൽ ഈ ചുറ്റുവട്ടത്തിൽ നിന്ന് ഓരോ മീറ്റിങ്ങിനും 3000 രൂപയാണ് എഴുതിയെടുക്കുന്നത്. ഒരു മീറ്റിംഗിന് 3000 റുപ്പീസ് അധിക ചെലവ്. ഇതാ എത്ര പേർക്ക് അറിയാം? എന്നിട്ട് പറയാണ് ഞങ്ങൾ എന്താ പറയുന്നത്, ഞങ്ങൾ സംഘടനയ്ക്ക് ഓർഗനൈസേഷന് വേണ്ടി കൈനീട്ടത്തിന് വേണ്ടി വെളിയിൽ കാണിക്കുന്നത് അമ്മ എന്ന സംഘടന ഒരു ചാരിറ്റി ആയിട്ടാണ് പ്രവർത്തിക്കുന്നത്. ഞങ്ങൾ കലാകാരന്മാർക്കെല്ലാം പെൻഷൻ കൊടുക്കുന്നുണ്ട്, ഞങ്ങൾ അതിനുവേണ്ടി പരിപാടികൾ അവതരിപ്പിക്കുന്നു, അതിൽ നിന്നും വരുന്ന ലാഭത്തിലൊക്കെ ഞങ്ങൾ കൊടുക്കുന്നു, അല്ലെങ്കിൽ ഞങ്ങൾക്ക് കിട്ടുന്ന ഡൊണേഷനിൽ നിന്നൊക്കെയാണ് ഞങ്ങൾ കൊടുക്കുന്നത് എന്നൊക്കെയാണ് പറച്ചിൽ. പക്ഷെ അടുത്ത് നടക്കുന്നതും ഇതുപോലുള്ള 5 സ്റ്റാർ പരിപാടീസ് ഒക്കെയാണ്. വീട് അടുത്തുള്ളവരാണെങ്കിൽ തന്നെ അമ്മയുടെ കമ്മിറ്റി നടക്കുന്ന ഓഫീസിലേക്ക് വരികയാണ്. അവർക്ക് സ്വന്തമായിട്ട് കാറുണ്ട്, സ്വന്തമായിട്ട് പെട്രോൾ അടിച്ച് വരാവുന്നേ ഉള്ളൂ. അപ്പം അവരൊക്കെ സ്വന്തമായിട്ട് കാറിന് വന്നാലും അവർ 3000 രൂപ അലവൻസ് എഴുതി വാങ്ങിക്കും. ഇവരൊക്കെയാണ് ഈ അമ്മയുടെ സംഘടനയിൽ മറ്റുള്ളവരെ സഹായിക്കുന്നത്. നിങ്ങൾ പ്രത്യേകം ഓർക്കണം. മമ്മൂട്ടിയോ മോഹൻലാലോ ഇളവേള ബാബുവോ ഇന്നസെന്റോ ഒക്കെ ഇരുന്ന സമയത്തുള്ള സിസ്റ്റം അല്ല ഇപ്പം. സിസ്റ്റം മൊത്തത്തിൽ മാറി 5 സ്റ്റാർ സിസ്റ്റം ആയിട്ടുണ്ട്. എന്നുവെച്ചാൽ എല്ലാവർക്കും 3000 രൂപ വെച്ച് അലവൻസ്. അത് അടുത്തുനിന്ന് വരുന്ന ആളാണെങ്കിലും ദൂരെ നിന്ന് വരുന്ന ആളാണെങ്കിലും സ്വന്തമായിട്ട് വണ്ടി ഉള്ളവരാണെങ്കിലും അവർ പക്ഷേ 3000 രൂപ അലവൻസ് അവർക്ക് കൊടുക്കണം. അവർ എഴുതിയെടുക്കും. ഇവരാണ് ചാരിറ്റി നടത്തുന്നത്, അല്ലെങ്കിൽ അമ്മയിലുള്ള മറ്റുള്ളവർക്ക് സഹായങ്ങൾ നൽകാൻ നടക്കുന്നത്. എന്നിട്ട് പറയുന്നത് എന്താണ്? അവിടുന്ന് പൈസ ഡൊണേഷൻ കിട്ടുന്ന പൈസ, ഇവിടുന്ന് ഡൊണേഷൻ കിട്ടുന്ന പൈസ ഞങ്ങൾ എന്തായാലും കൃത്യമായിട്ട് പൈസ കൊടുക്കുന്നുണ്ടല്ലോ, കൃത്യമായിട്ട് ഈ പെൻഷനൊക്കെ ഞങ്ങൾ കൊടുക്കുന്നുണ്ടല്ലോ. പക്ഷെ ഞങ്ങൾ 5 സ്റ്റാർ ഹോട്ടലിലെ കഴിക്കൂ, ഞങ്ങൾക്ക് 3000 രൂപ അലവൻസ് വേണം. അതുപോലെ തന്നെ ഞങ്ങൾക്ക് തോന്നുന്നവർക്ക് 5 ഇരട്ടി ഇതിൽ ഞങ്ങൾ പ്രിന്റിംഗ് പ്രസ് കൊടുക്കും, പ്രിന്റിങ്ങിന്റെ കാര്യങ്ങളൊക്കെ കൊടുക്കും. മൊത്തത്തിൽ നമ്മൾ ഇത് കൂട്ടി വായിച്ചാൽ ഒരു സാമ്യമില്ല എന്നുള്ളതാണ്. ഈ സംഘടനയുടെ പ്രസിഡന്റ് ആയിട്ടിരുന്ന മമ്മൂട്ടി, മോഹൻലാല്, ഇന്നസെന്റ് ഇവർക്കൊന്നും ഇല്ലാത്തൊരു പ്രയോറിറ്റിയാണ് ശ്വേതയ്ക്കുള്ളത്. എന്നുവെച്ചാൽ ശ്വേത 5 സ്റ്റാർ ഫാമിലി ആണല്ലോ. അപ്പം 5 സ്റ്റാർ രീതിയിലേ നടക്കത്തുള്ളൂ. ആരും കുറഞ്ഞവരാകരുത്, എല്ലാം കൂടിയവരായിരിക്കണം. എന്നുവെച്ചാൽ അലവൻസ് വരെ ഞാൻ തരും 3000 രൂപ വെച്ചിട്ട്, അത് അടുത്തുനിന്ന് വന്നാലും ദൂരെ നിന്ന് വന്നാലും. അപ്പം അലിഗേഷനോട് അലിഗേഷൻ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ. പക്ഷെ ഇതൊക്കെ ന്യായമായ കാര്യമാണ് ഈ ചോദിക്കുന്നത്. ഈ മായ വിശ്വനാഥൊക്കെ ചോദിക്കുന്ന കാര്യം ന്യായമായതാണ്. പക്ഷെ ഇതിനൊന്നും മറുപടിയില്ല. എന്തെങ്കിലും ഒരു പോസ്റ്റ് അങ്ങ് ഫേസ്ബുക്കിലോട്ട് അങ്ങ് ഇടും, എന്നിട്ട് എനിക്ക് അങ്ങനെ പറ്റിപ്പോയി, ഇങ്ങനെ പറ്റിപ്പോയി, ഇനി അങ്ങനെ പറ്റൂല എന്നൊക്കെ പറഞ്ഞിട്ട് ഒക്കെ ഇടും. പക്ഷെ ഈ പറയുന്ന അലിഗേഷൻസിന് ആദ്യം മറുപടി പറയണ്ടേ? ഇത് ശരിയാണോ തെറ്റാണോ, അങ്ങനെ സംഭവിച്ചിട്ടുണ്ടോ, അതുപോലെ കണക്കിലെ കൃത്രിമം, കണക്കിൽ അങ്ങനെ സംഭവിച്ചിട്ടുണ്ടോ, അതെന്തുകൊണ്ട് അങ്ങനെ സംഭവിച്ചു, അല്ലെങ്കിൽ ശരിയായ കണക്ക് എവിടെ, ഇതൊക്കെ കാണിക്കണ്ടേ? ഇതൊന്നും ഇപ്പൊ പ്രത്യക്ഷപ്പെടുന്നില്ല ആരും. സത്യത്തില് ആരെയും ബൈറ്റും കൊടുക്കുന്നില്ല, ഒന്നും കൊടുക്കുന്നില്ല, ഇതിനെപ്പറ്റി ആരും സംസാരിക്കുന്നുമില്ല. ആ കമ്മിറ്റിയിലെ കൂടുതൽ പേരും ശ്വേതയ്ക്കെതിരുമാണ്. ശ്വേതയ്ക്ക് അനുകൂലമായിട്ട് നിൽക്കുന്നവരോ അവരെല്ലാം ഈ അലിഗേഷനിൽ പെട്ടവരുമാണ്. അപ്പൊ നിങ്ങളെല്ലാം കേട്ട് കാണും, നമ്മുടെ ലക്ഷ്മിപ്രിയ ഒരു സിനിമ എടുക്കുന്നുണ്ട്. 10 കോടി രൂപയാണ് അതിന് മുടക്കെന്ന് പറയുന്നത്, മുതൽ മുടക്കെന്ന് പറയുന്നത്. അപ്പൊ ഞാൻ അതിന്റെ കമന്റ് ബോക്സ് ഒക്കെ ഒന്ന് വായിച്ചു നോക്കിയപ്പോൾ അതിനകത്ത് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട്, ഈ 10 കോടി രൂപയൊക്കെ ചേച്ചിക്ക് കിട്ടാൻ ചേച്ചി അത്രമാത്രം സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ടോ, അല്ലെങ്കിൽ അത്രമാത്രം പരസ്യ ചിത്രങ്ങളിൽ അഭിനയിച്ചിട്ടുണ്ടോ, അല്ലെങ്കിൽ അത്രമാത്രം ചേച്ചിക്ക് ഇത്രയും വരുമാനം എവിടുന്നാണെന്നൊക്കെ ഒരുപാട് പേര് ആ കമന്റിൽ ചോദിക്കുന്നുണ്ട് കേട്ടോ. ഞാൻ അപ്പൊ ആലോചിച്ചു, ശരിയാണല്ലോ, 10 കോടി രൂപ മുടക്കി ഒരു സിനിമ എടുക്കണമെങ്കിൽ ആ 10 കോടി രൂപ എവിടുന്ന് വന്നു? അതുപോലെ തന്നെ നമ്മുടെ ജീവിത വഴികൾ നോക്കണമല്ലോ, നമ്മുടെ വീട്ടിലെ കാര്യങ്ങൾ നോക്കണം, അതുപോലെ തന്നെ യാത്രകളുണ്ട്, ഇതിനൊക്കെ പൈസ ചെലവാകും. അപ്പൊ 10 കോടി ഒന്നും അല്ല കയ്യിൽ വേണ്ടത്. അപ്പൊ ഈ 10 കോടി രൂപ എവിടുന്നാണ് കിട്ടുന്നതെന്ന് സോഷ്യൽ മീഡിയയിലെ പലരും ചോദിച്ച ചോദ്യമാണ്. ഓക്കെ, എന്തായാലും അതിനെ കുറിച്ചുകൂടെ നമുക്കൊന്ന് കേൾക്കാം. BJP ലക്ഷ്മിപ്രിയക്ക് രൂപ കൊടുത്തോ ഇല്ലെന്ന് നമുക്ക് എങ്ങനെ അറിയാം? അറിയാൻ പറ്റില്ല. ലക്ഷ്മിപ്രിയയിലെ മോള് അവിടെ നിന്ന് അവർ മാറ്റുകയാണെങ്കിൽ അവരുടെ അടുത്ത് വില പേശി വാങ്ങിച്ചാണ്. ലക്ഷ്മിപ്രിയ ഇപ്പൊ എങ്ങനെയാണ് 10 കോടിക്ക് സിനിമ എടുക്കാൻ പോകുന്നത്, പ്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നത്? അതൊക്കെയാണ് സംശയം. ഒരു ബഷീർ പൊന്നാനി ഇതെന്തുകൊണ്ടാണ് ആരും ഒരു സ്ഥലത്തും
സംസാര വിഷയമാവാത്തത്? ബാക്കി എല്ലാത്തിലും സംസാര വിഷയം വരുന്നവർ എന്തുകൊണ്ട്? എവിടെ ലക്ഷ്മി പ്രിയക്ക് സ്ഥിരമായൊരു വരുമാനമില്ല, സ്ഥിരമായൊരു ബിസിനസ് ഇല്ല, ഭർത്താവിന് സ്ഥിരമായൊരു വരുമാനമില്ല. മാതങ്കി എന്ന് പറഞ്ഞ ഓരോ എന്താ പറഞ്ഞ ആർട്സ് ക്ലബ് സ്പോർട്സ് കൾച്ചറിൽ എവിടെയാണ് ഇത്ര രൂപ ആര് കൊണ്ടിടുന്നു? എവിടുന്നാണ് ഈ കാശ്? ഇതൊക്കെ ചോദ്യചിഹ്നമാണ്. ചോദ്യചിഹ്നമാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും. എവിടുന്നാണ്? ഞാൻ 10 കോടി രൂപയ്ക്ക് സിനിമ ചെയ്യാൻ പോകുന്നത്. ഇത് ഞാൻ ചോദിക്കാനുള്ള റീസൺ ഇപ്പൊ പൊന്നമ്മ ചേച്ചിനെ ലക്ഷ്മി പ്രിയ വിളിച്ചിട്ട് 15 കോടി കൊണ്ടുവരുന്നു ഭയങ്കര ആവശ്യത്തിൽ പറഞ്ഞപ്പോ ഇതൊരു BJP-യുടെ ഒരു ഇൻഫ്ലുവൻസ്. എനിക്കതറിയില്ല BJP ഉണ്ടോ ഇല്ലെന്ന്, നമുക്ക് അറിയാത്തൊരു കാര്യം. പക്ഷെ ഇതിന്റെ പിറകിൽ ആരോ ഉണ്ട്. കേട്ടല്ലോ, മാതങ്കി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ് എന്നാണ് പറയുന്നത്. അതിന്റെ അക്കൗണ്ടിലേക്ക് എങ്ങനെ കോടികൾ വരുന്നു? അതൊരു ചോദ്യമാണ്. പക്ഷെ ഇതൊക്കെ എന്താണ് അന്വേഷണത്തിൽ വരാത്തത്? ഒരു പാവം പിടിച്ചവന്റെ അക്കൗണ്ടിൽ 1 ലക്ഷം രൂപ എവിടെന്നെങ്കിലും ഒക്കെ വന്നു കഴിഞ്ഞാൽ അപ്പോൾ അന്വേഷണം വരും. എന്നിട്ട് അവനെ ഏതെല്ലാം രീതിയിൽ അവനെ ഒന്ന് ക്രൂശിക്കാമോ ആ രീതിയിലെല്ലാം ക്രൂശിക്കും. പക്ഷെ ഇവിടെ ചോദിക്കുന്ന കറക്റ്റ് അല്ലേ? ഈ അക്കൗണ്ടിൽ എങ്ങനെയാണ് കോടികൾ വരുന്നത്? എങ്ങനെയാണ് ഇങ്ങനെ ഒരാൾ, സ്ഥിരമായിട്ടൊരു വരുമാനമില്ലാത്ത ഒരാൾ, അല്ലെങ്കിൽ അത്രമാത്രം സിനിമകൾ ചെയ്തിട്ടില്ലാത്ത ഒരാൾ, അത്രമാത്രം ഫേമസ്, അത്രമാത്രം സിനിമയിൽ അഭിനയിച്ച് ഇത്രയും കാശൊന്നും കിട്ടാനുള്ള ഒരു അഭിനയം കാഴ്ചവെക്കാത്ത ഒരാളാണ്. അപ്പൊ സ്ഥിരമായിട്ടൊരു വരുമാനം ഇല്ല, ഒന്നുമില്ല. പക്ഷെ എവിടുന്നാണ് ഈ 10 കോടി രൂപ ഈ സിനിമ എടുക്കാൻ? അപ്പൊ അതും ഒരു ചോദ്യം തന്നെയാണ്. ഞാൻ ചെയ്യുന്ന സാധാരണപ്പെട്ട ആ ഒരുത്തന്റെ അക്കൗണ്ടിൽ ഒരു 1-2 ലക്ഷം രൂപ എങ്ങനെയെങ്കിലും ഒന്ന് വന്നു കഴിഞ്ഞാൽ എന്റെ മുന്നോ പിന്നെ അത് ചോദ്യമായി വർത്തമാനമായി എന്തൊക്കെയായി. കഴിഞ്ഞ ദിവസം തന്നെ എന്നെ ഒരാൾ വിളിച്ച് ചോദിച്ച ചോദ്യമാണ്, എന്റെ അക്കൗണ്ട് ഒരുപാട് പൈസ ട്രാൻസാക്ഷൻ നടന്നു എന്ന് പറഞ്ഞിട്ട് ബാങ്ക് ബ്ലോക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ്, ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന്. അവസാനം അവർ പോയി അന്വേഷിച്ചപ്പം ലിമിറ്റ് കഴിഞ്ഞു, അതുകൊണ്ട് നിങ്ങൾക്ക് 1 മാസം 2 ആഴ്ച എടുക്കും ഇതൊന്ന് ശരിയാകാൻ. അപ്പം മേളിൽ ഹെഡ് ഓഫീസിലൊക്കെ അയച്ച് ഇതിന്റെ പ്രൂഫ് എല്ലാം കാണിച്ചിട്ട് വേണം ഇനി ട്രാൻസാക്ഷൻ ആ അക്കൗണ്ടിൽ നിന്ന് നടക്കൂ എന്ന് പറഞ്ഞു എന്നാണ് എന്നോട് പറഞ്ഞത്. അപ്പൊ ഞാൻ ആലോചിക്കുന്നത്, അപ്പൊ ഈ കോടിക്കണക്കിന് രൂപയൊക്കെ വരുന്ന ഈ അക്കൗണ്ടുകളൊന്നും ആരും നോക്കാറില്ലേ? ഈ മാതങ്കി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ് എന്നാണ് പറഞ്ഞത് തോന്നുന്നു. അപ്പൊ ആ ഒരു അക്കൗണ്ടിലേക്ക് എവിടുന്നാണ് ഈ പൈസ വരുന്നത്? അപ്പൊ അത് അന്വേഷണ വിധേയമാക്കണ്ടേ? ഞങ്ങൾക്ക് എല്ലാവർക്കും എവിടുന്നാണ് ഞാൻ 10 കോടി രൂപയ്ക്ക് സിനിമ ചെയ്യാൻ പോകുന്നത്? ഇത് ഞാൻ ചോദിക്കാനുള്ള റീസൺ ഇപ്പൊ പൊന്നമ്മ ചേച്ചിനെ ലക്ഷ്മി പ്രിയ വിളിച്ചിട്ട് 15 കോടി കൊണ്ടുവരുന്നു ഭയങ്കര ആവശ്യത്തിൽ പറഞ്ഞപ്പോ ഇതൊരു BJP-യുടെ ഒരു ഇൻഫ്ലുവൻസ്. എനിക്കതറിയില്ല BJP ഉണ്ടോ ഇല്ലെന്ന്, നമുക്ക് അറിയാത്തൊരു കാര്യം. പക്ഷെ ഇതിന്റെ പിറകിൽ ആരോ ഉണ്ട്. ഇതിന് മായ വിശ്വനാഥ് പറയുന്ന മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതിന് പുറകിൽ ആരോ ഉണ്ട് എന്ന് പറയുന്നുണ്ട്. തീർച്ചയായിട്ടും നമ്മൾ ആദ്യം മുതലേ പറയുന്നുണ്ട് ഇത്രമാത്രം ഫണ്ടുകൾ വരും, അവിടുന്ന് ഇത്ര ഫണ്ട് വരും, ഇവിടുന്ന് ഇത്ര ഫണ്ട് വരും, അദാനി അത്ര തരും എന്നൊക്കെ പറയുന്നുണ്ട്. അത് നല്ല കോൺഫിഡൻസോട് കൂടി പറയുന്നു. അത് കഴിഞ്ഞതിന് ശേഷം ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇറക്കി. ആ പോസ്റ്റിനകത്ത് പറയുന്നു അംബാനി തന്നാലെന്താ, അദാനി തന്നാലെന്താ, നമുക്ക് കാര്യം നടന്നാൽ പോരെ എന്നുള്ള രീതിയിൽ ഒരു പോസ്റ്റ് ഒക്കെ കണ്ടു. അപ്പൊ ഇതിന് പുറകിൽ ഏതോ ഒരു വമ്പൻ സ്രാവ് ഉണ്ട് എന്നുള്ള കാര്യം സത്യമാണ്. അതാണ് മായ വിശ്വനാഥ് ചോദിക്കുന്നത്. ഇതിന് പുറകിൽ ആരോ വലിയ ഒരു ടീമുണ്ട്. ആ ടീം ആരാണ്? അതാണ് കണ്ടുപിടിക്കേണ്ടതെന്ന് പറഞ്ഞു. അപ്പൊ ചോദിക്കുന്നത് BJP ആണോ അല്ലെങ്കിൽ ഇങ്ങനെയാണോ ചോദിക്കുമ്പോൾ അതെനിക്ക് അറിയത്തില്ല. പക്ഷെ ഇതിന് പുറകിൽ എന്തോ ഒരു വലിയ കളി നടക്കുന്നുണ്ട് എന്നുള്ളത് അത് നമുക്കിപ്പം ഈ പറഞ്ഞത് കേട്ടാൽ നമുക്ക് മനസ്സിലാവും. സ്ഥിര വരുമാനമില്ല, ഒന്നുമില്ല, 10 കോടി രൂപയുടെ സിനിമ എടുക്കുന്നു ഈ പറയുന്ന ലക്ഷ്മി പ്രിയ. ആർക്കാണെങ്കിലും സംശയം തോന്നാം ഈ മാതങ്കി ആർട്സ് ആൻഡ് സ്പോർട്സ് എന്ന് പറയുന്ന ആ അക്കൗണ്ടിലേക്ക് കോടികൾ വരുന്നു, അതൊക്കെ ആര് കൊണ്ടിടുന്നു? ഇതൊക്കെ ഒരു ചോദ്യമല്ലേ? ഞാൻ നേരത്തെ ചോദിച്ച പോലെ ഇതൊക്കെ സാധാരണക്കാരന്റെ അക്കൗണ്ടിലൊക്കെ ആയിരുന്നെങ്കിൽ എന്തോ പറ്റിയേനെ, എന്തായേനെ? അപ്പൊ ഇവിടെ ഇതൊന്നും നോക്കുന്നില്ലേ? ഈ പറഞ്ഞ ഇൻകം ടാക്സ് ആണെങ്കിലും അവരാരും ഇതൊന്നും ശ്രദ്ധിക്കുന്നില്ലേ? അപ്പൊ എന്തായാലും ഇത് ഭയങ്കരമായ അലിഗേഷൻസ് ആണ് ഇവിടെ മായ വിശ്വനാഥ് ആരോപിച്ചിരിക്കുന്നത്. മൊത്തവും അമ്മ എന്ന സംഘടനയെ ശരിക്കും വെള്ളം കുടിപ്പിക്കാൻ പറ്റുന്ന അലിഗേഷൻസ് ആണ് ഇവിടെ മായ വിശ്വനാഥ് പറഞ്ഞിരിക്കുന്നത്, അല്ലെങ്കിൽ ചോദിച്ചിരിക്കുന്നത്. അതുപോലെ അൻസിബയുടെ കാര്യം, അൻസിബ ശ്വേതാമേനന്റെ കാലി വീണ് വണങ്ങിയില്ല. അതാണ് അൻസിബയോട് ദേഷ്യം തോന്നാനുള്ള ആദ്യത്തെ പ്രശ്നം. കാലി വീണില്ലേ പ്രശ്നം. അതാ ഇതേ ശ്വേതാമേന ആരാണ് ഇങ്ങനെ കാലി വീഴാൻ? ഓക്കെ, സുകുമാരി ചേച്ചിയെ പോലെയോ ഈ പറയുന്ന KPC ലളിതയെ പോലെയോ ഒക്കെ നല്ലൊരു നടിയോ അല്ലെങ്കിൽ അത്രയും ആൾക്കാർ അറിയുന്ന അത്രയും നല്ല ക്യാരക്ടർ റോൾ ചെയ്ത് ഈ സിനിമയിലൊക്കെ ഉള്ള ഒരു പഴയ ഒരാളാണെങ്കിൽ ഓക്കെ. ഇതൊന്നും അല്ലല്ലോ. നമുക്കറിയാം ശ്വേതാമേനോൻ എത്ര സിനിമയിൽ അഭിനയിച്ചു, എത്ര ഹിറ്റ് പടങ്ങളുണ്ട് മലയാളത്തിൽ ഈ ശ്വേതാമേനോന്. അപ്പൊ ഈ ശ്വേതാമേനോന്റെ കാൽ തൊട്ട് വണങ്ങാത്തവരുടെ എല്ലാ അവസ്ഥ ഇതാണോ? അപ്പൊ എനിക്ക് തോന്നുന്നു ഇനി കമ്മിറ്റി കൂടുന്ന സമയത്ത് ഈ ലക്ഷ്മിപ്രിയ ഉൾപ്പെടെ ബാക്കിയുള്ളവരെല്ലാം പോയി കാലി വീഴാറുണ്ടെന്ന് തോന്നുന്നു. അതുകൊണ്ടായിരിക്കും അവർക്കെല്ലാം ടിനിടോം ഉൾപ്പെടെ ഉള്ളവരെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ശ്വേതാമേനോൻ വന്നത്. എന്തായാലും ഈ അലിഗേഷൻസ് എല്ലാം അന്വേഷണ വിധേയമാക്കേണ്ടതാണ്. പക്ഷെ ഇത് ആരന്വേഷിക്കും? ഇത് ആരോട് പറയും? അപ്പൊ നിയമം സാധാരണപ്പെട്ടവന് വേറെയും അല്ലാത്തവർക്ക് മറ്റൊരു രീതിയിലും അങ്ങനെ പറഞ്ഞു കേട്ടിട്ടില്ലേ? കാര്യങ്ങളൊന്നും എന്തുകൊണ്ട് പോലീസ് അന്വേഷണത്തിലോ ഇൻകം ടാക്സിന്റെ അന്വേഷണത്തിലോ ഒന്നും വരുന്നില്ല? അറിയില്ല. ഓക്കെ, എന്തായാലും നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക. നമുക്ക് കമന്റ് ചെയ്യാനേ പറ്റത്തുള്ളൂ നമ്മളുടെ അഭിപ്രായങ്ങൾ. ആ അഭിപ്രായം കണ്ടിട്ടെങ്കിലും ഈ പറയുന്ന ആൾക്കാരുടെ കണ്ണു തുറക്കട്ടെ, അവര് അന്വേഷണ വിധേയമാക്കട്ടെ, അല്ലെങ്കിൽ ഇതിനൊരു പരിഹാരം കണ്ടെത്തട്ടെ. അപ്പൊ എന്തായാലും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഹൈപ്പ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് കാണാം.